ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ കുട്ടി വ്ളോഗ്. കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് കേട്ടോ. ഇത് ഞാനൊരു വെള്ളിയാഴ്ച എടുത്ത വീഡിയോ, വൈകുന്നേരത്തെ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഒരു മഴക്കാർ മൂടിയൊരു അവസ്ഥയാണ്. ഈ വേനൽക്കാലത്തൊക്കെ ഇടയ്ക്ക് മഴ പെയ്യുന്നത് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. നല്ല ചൂടല്ലേ, ഓരോ നാട്ടിലും ഭയങ്കര ചൂടായിട്ട് നമുക്ക് വീട്ടിനകത്തോ പുറത്തോട്ടോ ഒന്നും നിൽക്കാൻ പറ്റില്ല. ചേട്ടൻ വോട്ട് ചെയ്യാനായിട്ട് നാട്ടിൽ പോയിട്ടാണ്. അപ്പോൾ 2 ദിവസമായി പോയിട്ട് ഇന്ന് വൈകുന്നേരം വരും കേട്ടോ. വെള്ളിയാഴ്ച ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിർഭാഗ്യവശാൽ ഇത്തവണ വോട്ടൊന്നും ഇല്ലായിരുന്നു, വോട്ട് ലിസ്റ്റ് പേരില്ലായിരുന്നു. പഞ്ചായത്ത് തലത്തിൽ വോട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അന്ന് ഇത്തവണ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അതാ വോട്ട് ലിസ്റ്റ് പേരും ഒന്നുമില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി ചെയ്തു. പിന്നെ ഈ വൈകുന്നേരം നല്ല മഴയൊക്കെ പെയ്ത് മണ്ണിനും ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ഒരു ആശ്വാസമായി. ഇത് വീട്ടുമുറ്റത്തെ റംബുട്ടാനൊക്കെ പൂത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. കണ്ടോ, ചെടികൾക്കൊക്കെ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഇടവിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടിക്ക് മുന്നേ ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ. കുട്ടി ഒരു പിടി പിടിച്ചു. ചേട്ടനാണെങ്കിൽ എന്തായാലും വരാൻ വൈകും. പിന്നെ ട്രെയിനാണ് വന്നുകൊണ്ടിരുന്നത്. തിരുവല്ലയിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8:30 ആയപ്പോഴത്തേനും മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് കേട്ടോ. അപ്പോൾ ആകെ ടയേർഡായി എന്നൊക്കെ പറഞ്ഞു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആകെ ചൂടാണെന്നൊക്കെ പറയാം. ചേട്ടൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും അമ്മ എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. കുറേ ഇട്ട് ഇതൊക്കെയാണെന്നുള്ളത് ഇത് തുറന്ന് നോക്കുകയാണല്ലോ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ. എനിക്ക് 3rd ട്രൈമസ്റ്ററാണ്, 8 മന്തായി കേട്ടോ. ഇനി എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടേ പാലക്കാട് പോവുള്ളൂ. ഇപ്പോൾ ലോങ് ട്രാവലൊന്നും റിസ്ക്കാണ്. അതുകൊണ്ട് ചേട്ടൻ പോയപ്പോൾ ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് തുറക്കുന്നതിനുള്ള ഇതിലാണ്. പിന്നെ ഒരു കവറിൽ ചക്ക ചിപ്സ് വറുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ചക്ക വരട്ടിയത് കയ്യിൽ എന്താണ്? ചക്ക വരട്ടിയതാണ്. ചക്ക വരട്ടിയത് അട ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് സ്പെഷ്യലാണ്, വിഷുവിന് ഉണ്ടാക്കേണ്ട സാധനമാണ്. അണ്ടിപ്പുട്ട് വേറെ അടുപ്പുണ്ടാവും. സ്പെഷ്യൽ മാങ്ങാച്ചാറാണ്. ഇത് പുളിയിഞ്ചി, തൈരല്ല, ഇതാണ് പുളിയിഞ്ചി. ഇതും സ്പെഷ്യലാണ് പാലക്കാട്. തുറന്നു കാണിച്ചു തരാം. ഇത് ഇതാണ് എള്ളാണ്. എള്ള്, പിന്നെ സൂപ്പ്, രാഗിപ്പൊടി, സൂപ്പുകൾ. നാച്ചുറൽ മല്ലിപ്പൊടി അല്ല, ഇതെന്താന്ന് പറയാൻ പറ്റുമോ? അമൃതം പൊടി പൂരമർത്താണ് അമ്മ. ഇതിങ്ങനെ പൊടി ഇങ്ങനെ വരുത്തുന്ന ഒരു പൂരമർത്തൊരു 4 മണി പലഹാരമാണ്. ഇത്രയും സാധനങ്ങളാണ് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടത്. അപ്പോൾ ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ നിരത്തി വെച്ചേക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗ് വരുന്നതായിരിക്കും.